സ്പൈഡർമാൻ ബ്രാൻഡ് സിനിമ നാളെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അതുപോലെ കഴിഞ്ഞ ദിവസം സിനിമയുടെ പ്രീമിയർ ഷോ നടന്നിട്ടുണ്ടായിരുന്നു. നല്ല റെസ്പോൺസാണ് സിനിമ കണ്ടിറങ്ങിയ ക്രിട്ടിക്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വരുന്നത്. വിദേശത്താണ് സിനിമയുടെ പ്രീമിയർ ഷോ നടന്നിട്ടുള്ളത്. അതിനുശേഷം എക്സിലടക്കം സിനിമയുടെ ക്ലിപ്പുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരുവിധം സ്പോയിലറായുള്ള പല സീനുകളും അവർ ഇട്ടിട്ടുണ്ട്. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു സിനിമ നാളെ കാണാൻ പോകുന്നവർ മാക്സിമം എക്സ് തുറക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. സ്പൈഡർമാൻ ബ്രാൻഡ് സിനിമയുടെ ഓപ്പണിംഗ് ദിവസത്തെ പ്രീസെയിൽ ഇന്ത്യയിൽ ഇപ്പോൾ ഏകദേശം 44 കോടി കടന്നിട്ടുണ്ട്. അതുപോലെ വീക്കെൻഡ് പ്രീസെയിൽ 100 കോടിക്ക് മുകളിലും ആയിട്ടുണ്ട്. വേൾഡ് വൈഡായി $465 മില്യൺ സ്പൈഡർമാൻ ബ്രാൻഡ് സിനിമ ഓപ്പണിംഗ് ദിവസം നേടുമെന്നാണ് മൂവി ട്രാക്കേഴ്സൊക്കെ പറയുന്നത്. കേരളത്തിൽ 3 കോടിയും കടന്നിട്ടുണ്ട് സിനിമയുടെ പ്രീസെയിൽ. പുതിയ ബ്ലാക്ക് പാന്തർ സിനിമ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പുതിയ ബ്ലാക്ക് പാന്തറായിട്ട് എത്തുന്നത് ഡേവിഡ് ജോൺസൺ ആണ്. 2028 ഡിസംബർ 12-നായിരിക്കും ഈ ഒരു സിനിമയുടെ റിലീസ്. മാർവലിൻ്റെ പുതിയ ഗോസ്റ്റ് റൈഡർ സിനിമയെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. റയാൻ ഗോസ്ലിംഗ് ആണ് പുതിയ ഗോസ്റ്റ് റൈഡർ ആയിട്ട് എത്തുന്നത്. 2028 ഈ ഒരു സിനിമയുടെ റിലീസ്. അതുപോലെ ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ എന്ന സിനിമയുടെ ഡയറക്ടറാണ്. മാർവലിൻ്റെ പീക്ക് ടൈം വരാൻ പോകുന്നതെന്നാണ് ഈ ഒരു അനൗൺസ്മെൻറ്റുകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്.